ഒരിക്കൽ ഹിന്ദുവിനെയും ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെയും ഹിന്ദുവിന്റെ ആചാരങ്ങളെയും ഒക്കെ പരിഹസിച്ച ഒരു മുസ്ലിം. ആ മുസ്ലിം ഇപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ദില്ലിയിൽ BJP ജയിക്കണമെന്നാണ്. മുസ്ലിങ്ങളെ BJP വിരുദ്ധരായി ചിത്രീകരിക്കുന്നത് അവസാനിപ്പിക്കണം. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ BJPക്ക് വോട്ട് ചെയ്തു. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മുസ്ലിങ്ങൾ BJPക്കെതിരെ വോട്ട് ചെയ്യുന്നത് എന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് അവസാനിപ്പിക്കാനാണ് തന്റെ BJPക്കുള്ള വോട്ട് എന്ന ചങ്കൂറ്റത്തോടെ റാഷിദി പറയുമ്പോൾ ചങ്കിടിക്കുന്നത് കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമാണ്. മതേതര പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടികൾ ഏറ്റവും ഭയക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്നതാണ് വസ്തുത. മുസ്ലിങ്ങൾ BJPയോട് കൂറ് കാണിച്ചാൽ അവർക്ക് സ്വസ്ഥത നഷ്ടപ്പെടും. BJP മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താണ് കുഴപ്പമെന്നിപ്പോൾ ഉറക്കെ ചോദിച്ചിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷനായ സാജിദ് റഷീദി. അതേസമയം എക്സിറ്റ് ഫലങ്ങളിൽ ഇപ്പോൾ മുന്നിൽ BJP നിൽക്കുമ്പോൾ ആപ്പിനും ഒപ്പം കോൺഗ്രസിനും ഒരു ആപ്പായി മാറിയിരിക്കുകയാണ് ഈ മുസ്ലിം ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം. ദില്ലിയിലെ മുസ്ലിങ്ങൾക്ക് മോദിയെ ഇഷ്ടപ്പെട്ടുകൂടെ? മൗലാന റഷീദിയുടെ വെളിപ്പെടുത്തലിൽ BJP കോരിത്തരിക്കുമ്പോൾ കോൺഗ്രസും ആം ആദ്മിയും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ദില്ലി നിയമസഭയിലെ 70 സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജയകരമായി പര്യവസാനിച്ചു. ശനിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ആകാംക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നത്. ദില്ലിയിൽ വീണ്ടും വിജയം സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസം ആം ആദ്മിക്ക് ഉണ്ട് എങ്കിലും ആം ആദ്മിയുടെ കോട്ട ഇക്കുറി തകർത്തെറിയും എന്നാണ് BJPയുടെ അവകാശവാദം. ദില്ലി ഇക്കുറി തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസും പറയുന്നുണ്ട്. ഇക്കുറി ദില്ലി ആരെ പിന്തുണയ്ക്കും എന്നത് കണ്ടു തന്നെ അറിയണം. തുടർഭരണം ലഭിക്കും എന്ന ആത്മവിശ്വാസം പ്രകടമാക്കുന്ന ആം ആദ്മിക്ക് ഒട്ടും സന്തോഷം നൽകുന്നതല്ല വോട്ടെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. BJP ഇക്കുറി ദില്ലി പിടിച്ചെടുക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പുതിയൊരു ചരിത്രത്തിനാകും ദില്ലിയും രാജ്യവും സാക്ഷിയാവുക. 27 വർഷങ്ങൾക്ക് മുൻപാണ് ദില്ലിയിൽ BJP അധികാരത്തിൽ വന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരിക്കും BJP ദില്ലി പിടിച്ചെടുക്കുക എന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. BJPക്ക് തിരഞ്ഞെടുപ്പിൽ 39 മുതൽ 49 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പി മാർക്കിന്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു. അതേസമയം ആം ആദ്മി 21 മുതൽ 31 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങും. കോൺഗ്രസിന് 1-2 സീറ്റുകൾ മാത്രമായിരിക്കുമെന്നും എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നു. മാട്രിക്സ് എക്സിറ്റ് പോളും JCBയുടെ എക്സിറ്റ് പോളും സമാന ഫലമാണ് പ്രവചിക്കുന്നത്. വോട്ടെടുപ്പിന് പിന്നാലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP വലിയ ആവേശത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷനായ സാജിദ് റഷീദി നടത്തിയ ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. BJPയെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഇത് ഞെട്ടിച്ചിട്ടുണ്ട്. ഇക്കുറി തിരഞ്ഞെടുപ്പിൽ BJPക്കാണ് വോട്ട് ചെയ്തത് എന്നാണ് റഷീദിയുടെ വെളിപ്പെടുത്തൽ. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ദില്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ഏത് സർക്കാർ വരണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. ഞാൻ വോട്ട് ചെയ്ത പാർട്ടി ഏത് എന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്റെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത്. എന്തുകൊണ്ട് പാർട്ടിക്ക് വോട്ട് നൽകി എന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. BJPക്ക് മുസ്ലിമായി ജനിച്ചവർ വോട്ട് ചെയ്യില്ല എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് ബോധിപ്പിക്കണം. അതിനുവേണ്ടി കൂടിയാണ് BJPക്ക് വോട്ട് ചെയ്തത് എന്നും അദ്ദേഹം വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. BJPക്ക് വോട്ട് നൽകി എന്ന വെളിപ്പെടുത്തലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. റഷീദിയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് BJP നേതാവ് അമിത് മാളവ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. BJPക്ക് വോട്ട് നൽകി എന്നാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ അധ്യക്ഷൻ സാജിദ് റഷീദി പറയുന്നത് എന്ന് അമിത് മാളവ്യ പറഞ്ഞു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മതേതര പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർട്ടികൾക്ക് മുസ്ലിങ്ങൾ BJP പിന്തുണയ്ക്കുന്നതിൽ വലിയ ആശങ്കയാണുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം BJPക്ക് വോട്ട് ചെയ്ത റഷീദിക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും ഉയരുന്നുണ്ട്. ഒരു മതത്തിന്റെ പേരിലാകരുത് രാഷ്ട്രീയവും പാർട്ടിയും ഒക്കെ. രാജ്യത്തിന്റെ വികസനത്തിന് രാജ്യത്തിനു വേണ്ടി ആര് എന്ത് ചെയ്താലും അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഓരോ പൗരനും മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത്തരമൊരു നിലപാടെടുക്കാൻ സാജിദ് റഷീദി തുനിഞ്ഞതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാസ്.